ഈ പോരാട്ടവീര്യം ഉണ്ടല്ലോ, പോരാട്ടവീര്യം അത് ജനിതകമാണ്, അത് ഉള്ളിലുറഞ്ഞതാണ്. ആ പോരാട്ടവീര്യത്തിന്, ആ സാഹസികതയ്ക്ക് തലമുറകളുടെ, നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടാവും. ഇതൊന്നും വളരെ പെട്ടെന്നങ്ങ് പൊട്ടിമുളയ്ക്കുന്നതല്ല. എന്നോടൊരു മാധ്യമപ്രവർത്തകനായ അജിത് ശ്രീനിവാസൻ, അജിത്തേട്ടൻ പറഞ്ഞിരുന്നു ഒരിക്കൽ സംസാരമധ്യേ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഇത്ര വ്യവസായ തൽപരരായത് ഒരുപക്ഷെ പ്രവാചക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാകാം. കച്ചവടക്കാരായിരുന്നല്ലോ അന്ന് ഒരുപാട് പേർ. ആ കച്ചവടത്തിൻ്റെ സാഹസികതയാവാം അവരിലുണ്ടാവുക എന്ന് പറഞ്ഞു. ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ സാമൂതിരിമാരായി വിലസിയത് പറങ്കികളുടെ സംരക്ഷണയിലായിരുന്നു. പറങ്കികൾ അവരായിരുന്നു അന്നത്തെ നാവികപ്പട. ഈ പറങ്കികളോട് പോരാടാൻ അന്നത്തെ ബ്രിട്ടീഷുകാർക്കൊന്നും സാധ്യമായിരുന്നില്ല. അവർ ശരിക്കും പറഞ്ഞാൽ കടലിലെ തമ്പുരാക്കന്മാരായിരുന്നു. ഈ സാമൂതിരിമാരെ പറങ്കികൾ കൂടുള്ളിടത്തോളം കാലം തോൽപ്പിക്കാൻ കഴിയില്ല എന്നറിഞ്ഞാണ് സാമൂതിരിയെയും പറങ്കികളെയും തമ്മിൽ തെറ്റിച്ച് സാമൂതിരിയെ സ്വന്തമാക്കി അവസാനം ചവിട്ടിത്താഴ്ത്തി ഈ കോളനൈസേഷൻ നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ വന്ന് പിടിപെട്ടത്. ഇല്ലെങ്കിൽ ഇവിടെ കയറാൻ പറ്റില്ല. റെയിൽവേ പാളം അന്നൊക്കെ ഈ അകത്തേക്കിട്ടത്, അന്ന് ഹാർബറുകൾ, തുറമുഖങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റുമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ബുദ്ധിയുള്ളവരാണ്, അവരത് മനസ്സിലാക്കി. ഈ കോഴിക്കോട് തുറമുഖത്തേക്കോ കൊച്ചി തുറമുഖത്തേക്കോ ഒക്കെ വന്നാൽ പറമ്പികൾ അടിച്ച് പുറംപൊളിക്കും എന്നുള്ളതുകൊണ്ടാണ് അവർ തന്ത്രപരമായി റെയിൽവേ പാളമിട്ട് അവർക്ക് ഈ പറയുന്ന കുരുമുളകും ഏലവും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാനും കഴിയിട്ടിരിക്കുന്ന തുണി വരെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഈ കള്ളന്മാർ റെയിൽവേ പാളം എല്ലാ ഗ്രാമത്തിലേക്കും ഇട്ടത്. അല്ലാതെ ഇന്നത്തെ പോലെ അന്ന് സർക്കാർ ജോലിക്കാരുള്ളതുകൊണ്ടും ജയന്തി ജനതാ എക്സ്പ്രസ് ഓടേണ്ടതുകൊണ്ടും വന്ദേ ഭാരത് ഓടേണ്ടതുകൊണ്ടും ഒന്നുമല്ല. എന്നിട്ടോ നമ്മുടെ വിദ്യാഭ്യാസ ഭിഷഗ്വരന്മാർ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന റെയിൽവേ ആണ് എന്ന് പറഞ്ഞാൽ, മോഷ്ടിക്കാൻ വന്നവൻ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കളഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ അവന് ഉപയോഗിക്കാൻ കൊണ്ടുവന്നത് ഇവിടെ ഇട്ടിട്ട് പോയപ്പോൾ അതെടുത്തിട്ട് അത് മോഷ്ടാവിൻ്റെ മഹത്വമായി നമ്മൾ പറയുന്നത് പോലെ. പിന്നെയോ ബ്രിട്ടീഷുകാർക്ക് 800, 700, 600 കൊല്ലങ്ങളാണ് അടിമകളായി ഇവിടെ കഴിഞ്ഞുകൂടിയത്. അവരുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് ഒരു പോരാട്ട വീര്യവും കാണിച്ചില്ല. പിന്നീട് ഏറ്റവും ഒടുവിലാണ് ഈ പറയുന്ന ഭഗത് സിംഗും രാജഗുരുവും ആസാദും ഒക്കെ വന്ന് അവിടെ നിങ്ങോട്ട് വന്നാണ് പോരാട്ട വീര്യം തുടങ്ങി നെഹ്റുവിലേക്കും ഗാന്ധിജിയിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. എന്ന് പറഞ്ഞാൽ അറ്റപ്പറ്റ കണ്ട് അവരും മടുത്തു നമ്മളും മടുത്തു എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ്. പക്ഷേ പേർഷ്യൻ ചരിത്രം അങ്ങനെയല്ല, അത് പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നമ്മുടെ കൺമുന്നിലാണ് ഫലസ്തീൻകാർ പോരാടുന്നത്. നമ്മുടെ കൺമുന്നിലാണ് ഇറാനിയൻസ് 49 വർഷം കൊണ്ട് പിടിച്ചു നിൽക്കുന്നത്, കീഴടങ്ങാതെ. ഒരായുധവുമില്ലാത്ത ഫലസ്തീൻ എല്ലാവരെയും കൊല്ലാക്കൊല ചെയ്തിട്ടും വീണ്ടും അവിടെ അവശേഷിക്കുന്നത്, കീഴടങ്ങാത്തത്, അടിമത്തം അംഗീകരിക്കാത്തത്, അവസാന ശ്വാസം വരെ പോരാടുന്നതൊക്കെയും ഈ ജനിതകഘടനയുടെ ഭാഗമാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞെന്തെന്നറിയോ? ട്രംപ് കഴിഞ്ഞ ദിവസം നാവിക ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചതിനോടുള്ള ഇറാൻ്റെ പ്രതികരണം അൽ ജസീറ പുറത്തുവിട്ടത് ഒന്ന് കാണേണ്ടതാണ്. ഇതേ കണ്ടോളൂ. Pictures have emerged of crowds cheering, holding up their torchlights and parading the national flag late into the evening. Demonstrators denounced the acts and words of U.S. President Donald Trump, with some saying they are not afraid. First, you make many threats and carry out none of them. And even if your threats are carried out, we know that our country's armed forces will fully respond to them. We are present in these streets to support our country's system and its armed forces, and under our support, they will fully carry out their duty. Trump said he would strike many of our power plants and our infrastructure. He said many strange things. He said he would come and take one of our islands, but none of his promises were fulfilled. This is just not a promise like the others. All of them are empty. We're not afraid of his threats, and we have no fear at all. കണ്ട, രാത്രിയിൽ ഇറങ്ങി നിന്ന് പതാകയും ടോർച്ച് ലൈറ്റുമായി സ്ത്രീകളടക്കമുള്ളവർ സംസാരിക്കുക. ഇവിടെയാണ് ഇവന്മാർ പറയുന്നത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനൊക്കില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെവിടെങ്കിലും ആണ് ഇങ്ങനെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കിയേ. ഇവിടെ കായംകുളത്ത് ഒരപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരാളിനെ രക്ഷപ്പെടുത്താൻ വന്ന ഒരുത്തൻ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഏതാണ്ട് കുണാണ്ടറാണ്, കഴിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. ആ അപകടത്തിൽപ്പെട്ട ആ സ്ത്രീയെ കൊണ്ടുപോകുമ്പോൾ കൈയിട്ട്
എവിടേക്കോ 3-4 പിടി പിടിച്ചെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ മോർച്ചറിയിലൊക്കെ കയറി ഇത് കാണിച്ചവന്മാരെ കേട്ടിട്ടുണ്ട്. ഇത് അവൻ്റെ ഉള്ളിൽ കിടന്നത് അതായിരുന്നായിരിക്കും കാണിച്ചത്. ഞാൻ പറഞ്ഞത് അവിടെയാണ് നമ്മളിതെല്ലാം സ്വാതന്ത്ര്യവും സ്ത്രീ സുരക്ഷയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എന്നാൽ ഇറാനിൽ ഇതൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ആ കാണിച്ചിരിക്കുന്ന ജനക്കൂട്ടം മുഴുവൻ സ്ത്രീകളുടേതാണ്. ഇതിനു മുമ്പ് ഒരാൾ മരണപ്പെട്ടപ്പോൾ ആ മയ്യത്തും കൊണ്ട് പോകുന്നിടത്ത് മുഴുവൻ ഉണ്ടായിരുന്നത് സ്ത്രീകളാണ്. മുല്ലപ്പൂവൊക്കെ ഇട്ട് ഈ മരണപ്പെട്ട അവരുടെ ചിത്രം വെച്ച് അതൊക്കെ ചെയ്തത് അവരുടെ സാന്നിധ്യം ധാരാളമുണ്ട്. അവർ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൽ വിശ്വാസമുണ്ട്, കീഴടങ്ങുന്നവരല്ല ഞങ്ങളുടെ യോദ്ധാക്കൾ. ഇനി എന്തെല്ലാം അഭ്യാസം ട്രംപ് എടുത്താലും ഞങ്ങൾ ഈ സേനയോടും രാജ്യത്തോടുമൊക്കെ ഐക്യദാർഢ്യപ്പെടുന്നു, പോരാടി ഞങ്ങൾ അവസാന ശ്വാസം വരെ. ഇതാണ് അവരുടെ കമ്മിറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ഇതിൽ അവസാനത്തെ ഇറാനി മരിക്കുന്നതുവരെ അവർ പോരാടിക്കൊണ്ടിരിക്കും. ട്രംപിൻ്റെ കയ്യിൽ അത്ര ആയുധം ഉണ്ടാവില്ല, നെതന്യാഹുവിൻ്റെ കയ്യിലും ഉണ്ടാവില്ല. അതാണ് അവരുടെ വിജയം.